ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 31ഉം 32ഉം ശ്ലോകങ്ങൾ നോക്കാം. ആദ്യം 31ാമത്തെ ശ്ലോകം. വ്യോമവാണി തദൈവാഭൂന്മാ-ഋഷേ ഖിദ്യതാമിതി ഉദ്യമഃ സഫലസ്തേയം ഭവിഷ്യതി ന സംശയഃ. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. വ്യോമവാണി, വ്യോമ എന്നാൽ ആകാശം, ആകാശത്തിൽ നിന്നും ഒരു വാണി, ശബ്ദം എന്ന് പറഞ്ഞാൽ അശരീരി വാക്ക്, ശരീരമില്ലാത്ത, അശരീരി എന്ന് പറഞ്ഞാൽ ശരീരമില്ലാത്ത വാക്ക്, ആര് പറഞ്ഞു എന്നറിയാതെ നമ്മൾ കേൾക്കുന്ന ശബ്ദമാണ് അശരീരി വാക്ക്. ശരീരമില്ലാത്തതായിട്ട് ഒന്നേയുള്ളൂ അല്ലേ, ഭഗവാൻ മാത്രമേ ഉള്ളൂ. കാരണം ഭഗവാൻ എങ്ങനെയാണ് ശരീരത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിൽക്കുക? സർവ്വവ്യാപിയായിട്ടുള്ള ഭഗവാൻ ഒരു ശരീരം സ്വീകരിക്കുക. അത് നമുക്കായിക്കൊണ്ട് ചിലപ്പോൾ ഭഗവാൻ രൂപമെടുത്തു വരുന്നുണ്ടെങ്കിലും ആ ഭഗവാന് ഒരു ശരീരമില്ല. ആ ഭഗവാനാവട്ടെ സർവ്വവ്യാപി ആയതുകൊണ്ട് തന്നെ ശരീരമില്ലാത്ത ഒന്നിൽ നിന്നും വരുന്ന വാക്കുകൾ ഭഗവാന്റെ ഇച്ഛയാണ്. നമുക്കറിയാം, ഭഗവാന്റെ അച്ഛനമ്മമാരായിട്ടുള്ള വസുദേവരുടെയും ദേവകീദേവിയുടെയും വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ ഒരു അശരീരി വാക്കുണ്ടാകുന്നുണ്ടല്ലേ. അതും ഭഗവാന്റെ നിശ്ചയമായിരുന്നു. എന്താ, ഭഗവാൻ അവതരിക്കാൻ സമയമായിരിക്കുന്നു എന്ന് അറിയിക്കുകയായിരുന്നു അല്ലേ. ഇവിടെയും ഒരു അശരീരി വാക്ക്, ഇങ്ങനെ നാരദ മഹർഷി വിഷമിച്ചിരിക്കുമ്പോൾ, ചിന്താകുലനായിരിക്കുമ്പോൾ ഒരു അശരീരി വാക്ക് തദൈവാഭൂന്മാ ഋഷേ ഖിദ്യതാമിതി. തദൈവാഭൂൻ, തഥാ ഏവ അഭൂത്, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് തദൈവാഭൂൻ. ഇനി ഒന്നുകൂടിയുണ്ട്, മാ, തദൈവാഭൂൻ മാ. ഇവിടെ ചില ബുക്കുകളിൽ തദൈവാഭൂൻ മാ എന്ന് ചേർന്നായിരിക്കും വന്നിരിക്കുന്നത്, ചിലതിൽ തദൈവാഭൂത് മാ എന്നായിരിക്കും. അപ്പോൾ തദൈവാഭൂൻ മാ എന്നാണെങ്കിൽ തഥാ ഏവ അഭൂത് മാ, ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നതായിരിക്കും. തഥാ, തഥാ എന്ന് പറഞ്ഞാൽ അപ്പോൾ, ഏവ, ഏവ എന്നാൽ തന്നെ, അപ്പോൾ തന്നെ, അഭൂത് ഉണ്ടായി, അപ്പോൾ തന്നെ ഒരു അശരീരി വാക്കുണ്ടായി എന്ന് പറഞ്ഞാൽ ശ്രീ നാരദ മഹർഷി അത്രമാത്രം ചിന്താകുലനായി അത്യധികം വിഷമിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ഭഗവാനെ സ്മരിച്ചതും അപ്പോൾ തന്നെ ആ ഭഗവാന്റെ വചനങ്ങൾ, അശരീരിയായിട്ടുള്ള ഭഗവാന്റെ ആ അശരീരി വചനങ്ങൾ അങ്ങനെ വന്നു. എന്താ പറഞ്ഞത്? മാ, മാ എന്നാൽ അരുത്. ഖിദ്യതാമി മാ ഋഷേ, ഋഷേ എന്ന് പറഞ്ഞാൽ അല്ലയോ നാരദ മഹർഷി, അല്ലയോ മഹർഷേ, അരുത്. എന്ത്? ഖിദ്യതാമിതി, ഖിദ്യതാം ഇതി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ഖിദ്യതാമിതി. ഖിദ്യതാം എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുക, ഇതി എന്നാൽ എന്ന, ഇപ്രകാരം അല്ലയോ മഹർഷി അങ്ങ് ഖേദിക്കേണ്ട എന്നൊരു അശരീരി. അത് കഴിഞ്ഞില്ല, പിന്നെ പറയാ ഉദ്യമ സഫലസ്തേയം ഭവിഷ്യതി ന സംശയഃ. അവിടെ ആ കേട്ട ആ അശരീരി വാക്കിൽ 2 കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന്, അല്ലയോ നാരദ മഹർഷി അങ്ങ് ഒട്ടും തന്നെയും ദുഃഖിക്കേണ്ട. കാരണം ഉദ്യമ, ഉദ്യമ എന്നാൽ പ്രയത്നം, ആ ഒരു അങ്ങയുടെ ആ ഒരു ഉദ്യമം എന്തിനുള്ളത്? സഫലസ്തേയം ഭവിഷ്യതി ന സംശയഃ. സഫലസ്തേയം, സഫലഃ തേ അയം, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് സഫലസ്തേയം. അപ്പോൾ അങ്ങയുടെ പ്രയത്നം എന്തിനുള്ളത്? ആ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താനുള്ള അങ്ങയുടെ ആ പ്രയത്നം സഫലഃ, സഫലമാകും. തേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഭവിഷ്യതി, ഭവിഷ്യതി എന്ന് പറഞ്ഞാൽ അത് ഭവിക്കും. എന്താ? അങ്ങയുടെ ഈ പ്രയത്നം സഫലമായി തന്നെ ഭവിക്കും. അതായത് ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണരുക തന്നെ ചെയ്യും. ന സംശയഃ, ഒട്ടും തന്നെയും സംശയിക്കേണ്ട. ഇതാരുടെ വാക്കുകളാ? ആ അശരീരി വാക്കുകൾ, അശരീരിയായ ഭഗവാന്റെ ഉറപ്പാണിത്. അല്ലയോ നാരദ മഹർഷി അങ്ങ് ദുഃഖിക്കേണ്ട, അങ്ങയുടെ പ്രയത്നം വിഫലമാകില്ല. അങ്ങ് ധാരാളം ശ്രമിച്ചില്ലേ ആ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താൻ.
അവർ ഉണരുക തന്നെ ചെയ്യും. അങ്ങ് ഒട്ടും തന്നെയും വിഷമിക്കേണ്ട, അങ്ങയുടെ പ്രയത്നമൊക്കെ സഫലമാകും, അങ്ങ് അതിലൊട്ടും സംശയിക്കുകയേ വേണ്ട എന്ന് ഭഗവാനെ മനസ്സിൽ വിചാരിച്ചപ്പോൾ, ഭഗവാനിലേക്ക് ശ്രീ നാരദ മഹർഷി തൻ്റെ സങ്കടങ്ങൾ ഏൽപ്പിച്ചപ്പോൾ ഭഗവാൻ തന്നെ നേരിട്ട് അതിനുള്ള മറുപടി അശരീരി വാക്കിലൂടെ ശ്രീ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. വ്യോമവാണി തദൈവാഭൂന്മാർഷേ ഖിദ്യതാമിതി ഉദ്യമഃ സഫലസ്തേയം ഭവിഷ്യതി ന സംശയഃ. ഇനിയും ഇവിടെ ഇത് നമുക്കും കൂടിയുള്ള ഒരു പാഠമാണ്. കാരണം നമ്മളുമൊക്കെ എപ്പോൾ വരെ പ്രശ്നങ്ങളെ നമ്മുടേതാക്കി വെച്ചുകൊണ്ടിരിക്കുന്നുവോ അപ്പോൾ വരെ പലപ്പോഴും അതിൻ്റെ ലക്ഷ്യം പൂർണ്ണതയിലെത്തിയെന്ന് വരില്ല. എപ്പോൾ നമ്മളത് ഭഗവാന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുവോ ഭഗവാൻ ആ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിലെത്തിക്കാൻ ഭഗവാൻ കൂടെ നിൽക്കുമെന്നിവിടെ ശ്രീ നാരദ മഹർഷിയുടെ ഈ ഒരു കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. പക്ഷെ നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ കഴിവിലെയും ഒക്കെ അമിതമായ ഒരു വിശ്വാസം കൊണ്ട് നമ്മൾ പലപ്പോഴും ഭഗവാന് വിട്ടുകൊടുക്കുന്നതിനേക്കാൾ നമ്മൾ പലതും നമ്മുടെ ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴൊക്കെ ഭഗവാനെ വിസ്മരിക്കുകയും ചെയ്യും. കാരണം നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് പലതും നേടാമെന്നുള്ള ഒരു അഹങ്കാരഭാവം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. ഇവിടെ ശ്രീ നാരദ മഹർഷിയും ആദ്യം തൻ്റെ കയ്യിലുള്ള വിദ്യകളൊക്കെ പ്രയോഗിക്കുമ്പോഴൊന്നും ഭഗവാനെ സ്മരിച്ചില്ല. പക്ഷേ എപ്പോൾ ഭഗവാനെ സ്മരിച്ചോ ഭഗവാൻ ഏറ്റെടുത്തിട്ട് പറഞ്ഞു, ഇനിയും നിൻ്റെ പ്രയത്നമൊന്നും വിഫലമായി പോവില്ല, ഒക്കെ സഫലമാകും. നിൻ്റെ പ്രയത്നം നീ യാതൊന്നിനു വേണ്ടിയാണോ ഇത്ര നേരവും പ്രയത്നിച്ചത്, അല്ലയോ മഹർഷിയെ, അങ്ങയുടെ ആ ആഗ്രഹം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും, ലക്ഷ്യം കാണുക തന്നെ ചെയ്യും. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 32ാമത്തെ ശ്ലോകം നോക്കാം. ഇപ്പോൾ ഭഗവാൻ സ്വയം അത് ഏറ്റെടുക്കുക മാത്രമല്ല, അത് വിജയിക്കും എന്ന് പറഞ്ഞതിനൊപ്പം അത് വിജയിപ്പിക്കാനുള്ള മാർഗവും കൂടി ഭഗവാൻ ആ ശ്രീ നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് അടുത്ത ശ്ലോകം 32ാമത്തേത്. നമുക്ക് നോക്കാം. ഏതദർത്ഥം തു സത്കർമ്മ സുരർഷേ ത്വം സമാചര തത്തേ കർമാഭിധാസ്യന്തി സാധവഃ സാധുഭൂഷണാഃ. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഏതദർത്ഥം, ഏതത് അർത്ഥം, യാതൊന്നിനു വേണ്ടിയിട്ടാണോ അങ്ങ് ഇത്ര നേരവും പ്രയത്നിച്ചത്, അഥവാ ഇവരുടെ ഈ ജ്ഞാനവൈരാഗ്യങ്ങളുടെ ഉണർവിനായിക്കൊണ്ട് തു എന്ന് പറഞ്ഞാൽ ആകട്ടെ സത്കർമ്മ എന്ന് പറഞ്ഞാൽ സത്കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങളെ, സത്കർമ്മങ്ങളെ ത്വം സുരർഷേ, അല്ലയോ ദേവർഷിയായ ശ്രീ നാരദ മഹർഷിയെ, സുരന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാർ, അതുകൊണ്ടാണ് സുരർഷേ, ദേവർഷേ, ദേവൻ ശ്രീ നാരദ മഹർഷിയെ ത്വം അങ്ങ് സമാചര എന്നാൽ അനുഷ്ഠിച്ചാലും, അല്ലയോ ശ്രീ നാരദ മഹർഷിയെ, അങ്ങ് ഇവരുടെ ഈ ഉയർച്ചയ്ക്കായിക്കൊണ്ട് ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താനായിക്കൊണ്ട് അങ്ങ് സൽക്കർമ്മങ്ങളെ ആചരിച്ചാലും. അപ്പോൾ ഇവിടെ ഭഗവാൻ അതിനുള്ള മാർഗം കാണിച്ചു കൊടുക്കുമ്പോഴും അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടത് ശ്രീ നാരദ മഹർഷി തന്നെയാണ്. മാർഗം കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങ് പ്രയത്നിച്ചാലും. തത്തേ, തേ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് തത്തേ. തത് എന്ന് പറഞ്ഞാൽ ആ കർമ്മം, തേ അങ്ങയ്ക്ക്, അതായത് യാതൊരു സൽക്കർമ്മമാണോ അങ്ങ് ചെയ്യേണ്ടത് ആ കർമ്മം അങ്ങയ്ക്ക് കർമാഭിധാസ്യന്തി, കർമ്മ അഭിധാസ്യന്തി, ആ കർമ്മത്തെ അഭിധാസ്യന്തി എന്ന് പറഞ്ഞാൽ അഭിധാനം ചെയ്യും, അഥവാ പറഞ്ഞു തരും. ആര്? സാധവഃ സാധുഭൂഷണാഃ,
സാധവഃ സാധുക്കൾ. ഏത് സാധുക്കൾ? സാധുഭൂഷണാഹ. സാധുക്കളെ അലങ്കരിക്കുന്ന, അല്ലെങ്കിൽ സാധുക്കൾക്കും സാധുജനങ്ങൾക്കും അലങ്കാരമായി വർത്തിക്കുന്ന സാധുക്കൾ, അവരുടെ സാധുക്കളായിട്ടുള്ള ആളുകളുടെ ശിരസിൽ അലങ്കാരമായി വർത്തിക്കുന്ന സാധുക്കൾ എന്ന് പറഞ്ഞാൽ സാധുക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള സാധുക്കൾ തന്നെ. അല്ലയോ ശ്രീ നാരദ മഹർഷി, അങ്ങേക്ക് ആ കർമ്മം എന്താണ് എന്ന് അങ്ങേക്ക് പറഞ്ഞു തരും. അല്ലയോ ശ്രീ നാരദ മഹർഷി, അങ്ങ് ആ കർമ്മത്തെ, ആ സൽക്കർമ്മത്തെ അങ്ങ് ആചരിച്ചാലും. അപ്പോൾ പ്രയത്നിക്കേണ്ടത് അങ്ങയുടെ ധർമ്മമാണ്, നമ്മുടെയൊക്കെ ധർമ്മമാണ് ഒരു കാര്യത്തെ അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കാൻ പ്രയത്നിക്കുക എന്നത്. വേണ്ട മാർഗമാണ് ഭഗവാൻ നമുക്ക് കാണിച്ചു തരിക. ഇവിടെയും അങ്ങ് സൽക്കർമ്മം ചെയ്യുക എന്ന് ഉപദേശിക്കുമ്പോഴും ആ സൽക്കർമ്മം എന്താണ് എന്ന് ഭഗവാനല്ല പറഞ്ഞത്. അപ്പോഴും ഭഗവാൻ തൻ്റെ ഭക്തോത്തമന്മാരെ സാധുക്കളുടെ അടുത്ത് ചെല്ലുമ്പോൾ, അവരുമായി സംഗമമുണ്ടാകുമ്പോൾ ആ സാധുക്കളിലും സാധുവായിട്ടുള്ളവർ അഥവാ പരമസാധുക്കളായിട്ടുള്ള സജ്ജനങ്ങൾ അങ്ങേക്ക് പറഞ്ഞു തരും. അങ്ങ് എന്ത് സൽക്കർമ്മമാണ് ചെയ്യേണ്ടതെന്ന് നോക്കൂ. ഭഗവാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷെ അവിടെയും തൻ്റെ സാധുക്കളെ, തൻ്റെ ഭക്തരായിട്ടുള്ള സാധുക്കൾക്കാണ് ഭഗവാൻ അവിടെയും ആ ഒരു മഹത്വം കൽപ്പിച്ചത്. അവർ തൻ്റെ ഭക്തോത്തമനായിട്ടുള്ള ആ നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കും എന്ത് സൽക്കർമ്മമാണ് ചെയ്യേണ്ടതെന്ന്. ഭഗവാന്റെ ഒരു ലീല, ഭഗവാന്റെ ഒരു കളി. ഭഗവാന് നേരിട്ട് ഇതൊക്കെ ആകുമായിരുന്നു, ഈ അശരീരി വാക്കുകളിൽ ഇതും കൂടിയൊക്കെ ഉൾപ്പെടുത്താമായിരുന്നു. പക്ഷേ ഭഗവാൻ ആ ഭക്തോത്തമനായിട്ടുള്ള ശ്രീ നാരദ മഹർഷി അനുഗ്രഹിക്കുന്നത് തൻ്റെ ഭക്തന്മാരായിട്ടുള്ള സാധുജനങ്ങളിലൂടെ അവർ അങ്ങേക്ക് ഉപദേശം നൽകും എന്ത് സൽക്കർമ്മമാണ് അങ്ങ് ചെയ്യേണ്ടതെന്ന്. ഭഗവാന്റെ ഒരു ലീല. ഭഗവാൻ തൻ്റെ ഭക്തരെ, ഭക്തോത്തമന്മാരായിട്ടുള്ളവരെയൊക്കെ എങ്ങനെയാണ് ഭഗവാൻ മഹത്വവൽക്കരിക്കുന്നത്. ഹരേ കൃഷ്ണ ഭഗവാനെ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ഏതദർത്ഥം തു സത്കർമ്മ സുരർഷേ ത്വം സമാചര തത്തേ കർമാഭിധാസ്യന്തി സാധവഃ സാധുഭൂഷണാഃ. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. ഏതദർത്ഥം, ഇവിടെ അർത്ഥമാണ്, ദായിക്ക് അകാരം കൊടുക്കാൻ മറക്കണ്ട. പിന്നെ രണ്ടാമത്തെ പാദത്തിലേക്ക് വരുമ്പോൾ കർമാഭിധാസ്യന്തി, അവിടെ അഭിധാസ്യന്തിയാണ്, അവിടെ അകാരം നീട്ടിയെടുക്കുക. അടുത്ത രണ്ട് പദങ്ങളിൽ വിസർഗം വരുന്നുണ്ട്, അപ്പോൾ അത് പകുതി ഹകാരത്തിൽ വായിക്കുക. അത് സാധവ എന്ന് പറയുമ്പോൾ അവിടെയും വിസർഗമുണ്ട്. അടുത്തത് വരുമ്പോൾ ദീർഘം കഴിഞ്ഞിട്ടാണ് വിസർഗം വരുന്നത്. അതുകൊണ്ട് തന്നെ സാധുഭൂഷണാഹ, അവിടെ അകാരം നീട്ടിയെടുത്തിട്ട് വിസർഗം പറയണം. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.